ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റിയുടെ നെക്ക് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഷോൾഡറിന് വേണ്ടിയിട്ട് 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആം ഹോളിന് വേണ്ടിയിട്ടും 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ആം ഹോളിൻ്റെ കർവ് വരച്ചു കട്ട് ചെയ്തെടുത്തു. കട്ടിങ് ഇതിൽ ഞാൻ കാണിക്കുന്നില്ല, നെക്കിൻ്റെ പാറ്റേൺ മാത്രമേ നമ്മളിതിൽ കാണിക്കുന്നുള്ളൂ. നമുക്കിതിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ബാക്കി വരുന്ന ഒരു പീസ്, ഇതിനോട് മാച്ചായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു പീസ് എടുക്കുക. അതിനെ നമുക്ക് രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കണം. അപ്പം മടക്കി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിനെ മടക്കി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചാനൽ അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിൽ ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിടുത്താണ് നമ്മൾ 3 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെക്കിനെ ഇറക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ നെക്ക് വിടുത്ത് എത്രയാണ്, അതുപോലെ നെക്കിന് ലെങ്ത്ത് എത്രയാണ്, അതിനേക്കാളും 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ 6 ഇഞ്ചാണ് നെക്കിനെ ഇറക്കം വേണ്ടത്. പക്ഷേ ഞാൻ 1/2 ഇഞ്ച് കുറച്ചിട്ട് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതുപോലെ നെക്കിന് വിടുത്ത് വേണ്ടത് 3.5 ഇഞ്ചാണ്. പക്ഷേ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 3 ഇഞ്ചേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് വിടുത്തും അതുപോലെ ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലൊരു പാറ്റേൺ ആണ് നെക്കിന് വേണ്ടിയിട്ട് വരച്ചെടുക്കുന്നത്. കറക്റ്റ് നമ്മുടെ റൗണ്ട് ഷേപ്പും അല്ല, അതുപോലെ വി നെക്കും അല്ല, അതിൻ്റെ ഇടയിൽ വരുന്ന തരത്തിലാണ് നമ്മൾ ഈ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വരച്ചിട്ടുള്ള നെക്കിൻ്റെ സൈഡിലേക്കായിട്ട് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് താഴെ വരെ ഇതുപോലെ തന്നെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ ഷേപ്പിൽ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാറ്റേൺ നമുക്ക് നമ്മുടെ നൈറ്റിയുടെ നെക്കിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ വെച്ച് നോക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള നെക്ക് വിടുത്ത് കറക്റ്റാണോ എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 3 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, ആ 3 ഇഞ്ചിൽ തന്നെയാണോ ഇത് നിൽക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ആ ഒരു പാറ്റേണിൽ തന്നെ നൈറ്റിയുടെ നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഉൾവശം കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതുപോലെയാണ് നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റിയുടെ പിൻവശം എടുത്തിട്ടുണ്ട്. ആ പിൻവശത്ത് നമ്മുടെ ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ചീത്തവശം മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പാറ്റേണിൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിതിനെ മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ടൊരു തയ്യൽ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ താഴെ വശത്തും കൂടി ഞാൻ ഒരു 2 സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ 2 സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ നെക്ക് ഒന്നും കൂടി ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ താഴെ വശം നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിൽ ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ല, ഞാൻ ഈ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസിൻ്റെ പീസ് ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു അളവിൽ കറക്റ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു വി ഷേപ്പിൽ നമുക്ക് കറക്റ്റ് ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഇതുപോലെ ഈ ഒരു ഭാഗത്തെത്തുന്ന സമയത്ത് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാ ബിഗിനേഴ്സിനും സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെക്ക് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്